ഞങ്ങളെ വീട് തമ്മിൽ അടുത്തടുത്തായതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ കായോ, ചക്കയോ, ചേനയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ്റെ അച്ഛൻ എടുത്ത് തരും കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ ചേട്ടൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എൻ്റെ വീട്ടിൽ ഓരോ സാധനങ്ങൾ തന്നുവിടാനേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടുവരുന്ന പാത്രങ്ങൾ, പിന്നെ ഹോർലിക്സ്, അവർക്ക് വേണ്ടിയിട്ട് ഹോർലിക്സ് വാങ്ങിച്ചപ്പോൾ അത് മിക്കവാറും അവർ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് എടുത്തു കേട്ടോ. അപ്പോൾ വരാൻ നേരത്താണെങ്കിൽ നമ്മുടെ പപ്പിക്കുട്ടി തനു ആണെങ്കിൽ ഇങ്ങനെ ചുമ്മായിട്ട് ഓട്ടിക്കും കേട്ടോ. എന്തെങ്കിലും കയറിൽ കെട്ടി തനു ഓടും, അതിൻ്റെ പുറകെ പപ്പിക്കുട്ടി ഓടി പോകുന്ന വഴിക്കാണെങ്കിൽ അമ്മ ശർക്കര വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ശർക്കരയും വാങ്ങിച്ച് കുറേ മുട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ വാങ്ങിച്ചതാണ്. പകുതി മുട്ട ഞങ്ങൾ വീട്ടിലും എടുത്തിട്ട് പകുതി ഇങ്ങോട്ടും കൊണ്ടുവന്നു കേട്ടോ. ഇതൊക്കെ കൊണ്ട് നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഓടി വരുന്നത് അടുക്കളയിലോട്ടാണ്. അമ്മ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ കപ്പ ഉണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ കപ്പ ആണ് കേട്ടോ. കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ വാളമീൻ എന്ന് പറയും. എനിക്കാണെങ്കിൽ കുഞ്ഞില് മുതൽ ഞാൻ ഈ വാളമീൻ കഴിക്കൂല കേട്ടോ. പിന്നെ കാത്തുട്ടി തന്നൂട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെമ്മീനും ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ചെമ്മീനും കപ്പയായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഞാനിനി എല്ലാം പറക്കി നോക്കിയതേ ഉള്ളൂ. ഇനി കുറേ കഴിഞ്ഞ് പോകാറാകുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് മാവെടുത്ത് കാത്തുട്ടിക്ക് നന്നൂട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാറില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇലയിലങ്ങ് വാരി വെക്കാമെന്ന് വിചാരിച്ചു. അവർക്കാണെങ്കിൽ പ്രത്യേകം പരത്തി എടുത്തിട്ട് തേങ്ങയും ശർക്കരയും അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഇപ്രാവശ്യം എന്തോ പൊരിയണിയല്ലാന്ന് നമ്മുടെ അവിടെ പറയും, ചില സ്ഥലങ്ങളിൽ വട്ടയിലാന്ന് പറയും. അതിലാണ് നമ്മൾ കൂടുതലും ഇലയപ്പൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ വാഴയിലയൊക്കെ നേരത്തെ അമ്മ വാട്ടി സെറ്റ് ചെയ്ത് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വാഴയിലെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഈ വട്ടയിലയിൽ ഉണ്ടാക്കുന്ന ഇലയപ്പം. അതൊരു പ്രത്യേക മണമാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വട്ടയിലെല്ലാം ഉണ്ടാക്കി നോക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ഈ മാവ് നിരത്തി വെച്ചിട്ട് അതിലോട്ട് തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് വച്ചു കൊടുക്കുന്നതിനാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാളും എനിക്കും ഇഷ്ടം കേട്ടോ കഴിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2-3 എടുത്ത് അങ്ങനെയും മിക്സ് ചെയ്ത് വെച്ചു. ഇതൊക്കെ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്തിന് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കപ്പയും ചെമ്മീനിൻ്റെ തീയലും കൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ മീനായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കപ്പ വാരി എടുത്തേനെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പയും മീൻകറിയും കഴിക്കാൻ. ചെമ്മീനിൻ്റെ തീയലിലാണെങ്കിൽ ആ ഒരു തീയൽ മാത്രമേ ഉള്ളൂ, ചെമ്മീനൊന്നും കാണാറില്ല. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് നടന്നു കിട്ടു. കാത്തോട്ടി തന്നൂട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെമ്മീൻ മാത്രം ഇങ്ങനെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ആ ചെമ്മീൻ്റെ തീയിലും കപ്പയും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനും ഒരു ഭാഗം കൊടുത്തു. പിന്നെ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പടിയിൽ ഡൈനിങ് ടേബിളിലൊന്നും ഞാൻ പോയിരിക്കാറില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കണം. കപ്പയും മീൻകറിയും കൂടെ കഴിച്ചതിന് ശേഷം വീണ്ടും ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കൂടി ഇട്ട് കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ വയറിൽ ഒരു ശകലം സ്ഥലമില്ല. പിന്നെ ഇതും കൂടെ റെഡി ആയപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ചക്കയപ്പം എടുത്ത് തിരിച്ച് വീട്ടിൽ